ഞാൻ ഇതൊന്ന് ജയിച്ചു കിട്ടാൻ നിൽക്കുകയാണ്. ഫണ്ട് എവിടെയെന്ന് ചോദിക്കുമ്പോ ഞാൻ ഒരു ലെറ്ററായിട്ട് എടുക്കും. പ്രിയപ്പെട്ട MLA, ഈ വരുന്ന കത്തുമായി വരുന്ന കൗൺസിലർക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർക്ക് താഴെ പറയുന്ന പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കണം എന്നൊരു കത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതിനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി തരുമോ? ഞാൻ തമാശയിലൂടെ പറഞ്ഞതാണെങ്കിലും അതിന്റെ ഗൗരവം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവും. ഒരു നാട് ആഗ്രഹിക്കുന്ന സത്യേട്ടന്റെ മറ്റേ ബസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും പരാതി. ഒരു നാട് ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിലേക്ക് നയിക്കാൻ കഴിയാവുന്ന ഒരു സാരഥി നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായി നിറവേറ്റാൻ ആർജവമുള്ള, അറിവുള്ള, ആത്മാർത്ഥതയുള്ള ഒരാൾ നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കും. എന്നോട് ഇപ്പൊ ചാനലുകാർ ചോദിച്ചു എന്താ ജയിക്കും. ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥി ഇദ്ദേഹം സ്ഥാനാർത്ഥി ആവണമെന്ന് അദ്ദേഹവും പിന്നെ ഞാനോ ബാക്കി കുറച്ച് ആൾക്കാരോ അല്ലെങ്കിൽ നേതാക്കന്മാരോ നിങ്ങൾ പ്രവർത്തകരോ മാത്രമല്ല, കൊയിലാണ്ടിയുമായി ബന്ധപ്പെടുമ്പോൾ സംസാരിക്കുന്ന ആളുകൾ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത്തവണ പ്രവീണനായിരിക്കൂലേ എന്ന് ചോദിക്കുന്ന ആളുകൾ. ചെറുപ്പക്കാർ എന്നെ പോലെ കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ ഇത്തവണ പ്രവീണന് എന്താ അതൊക്കെ ചിരിക്കുന്നത്, ഇത്തവണ പ്രവീണേട്ടൻ തന്നെ ആയിരിക്കില്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ. അപ്പൊ ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായിട്ട് ജനങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി കൊയിലാണ്ടിയിൽ UDF മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത്